ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ഒരുപാട് ധ്യാനങ്ങൾ നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ധ്യാനവും ആരാധനയും വ്യത്യാസമുണ്ട്. പല സ്ഥലങ്ങളിലും ആരാധന നടക്കുകയാണ്. പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിൻ്റെ ആശ്രമങ്ങളിലൊക്കെ അതിരാവിലെ ആരാധനയാണ് നടക്കുക. ആരാധന നല്ലത് തന്നെ. എന്നാൽ ധ്യാനം വിശുദ്ധ ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയുടെ ഓരോ ഭാഗങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് ധ്യാന വിഷയമാക്കുന്നു. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുതൽ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, സമരക്കാരി സ്ത്രീ, അപസ്മാരോഗിയെ സുഖപ്പെടുത്തുന്നു, ഗെത്സെമനെ പ്രാർത്ഥന, മർത്ത മറിയത്തിൻ്റെ വീട്, ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന, ഇങ്ങനെ നിരവധി ഭാഗങ്ങൾ ഓരോന്നായി ഓരോ ദിവസം. എന്താണ് നമ്മുടെ ധ്യാനത്തിൻ്റെ ലക്ഷ്യം? ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള തിരുഹിതം എന്താണ്? ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള തിരുഹിതം എന്താണ്? ഇനി വിശുദ്ധ ജീവിതം നയിക്കുവാൻ എന്നിൽ തടസ്സമായിട്ടിരിക്കുന്നത് എന്തെല്ലാമാണ്? ഒരു വിശുദ്ധ ജീവിതം, കപട ജീവിതം, മ്ലേച്ഛ ജീവിതം കംപ്ലീറ്റ് ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് എന്നിലെ ബലഹീനതകൾ, എന്നെ തടസ്സപ്പെടുത്തുന്ന എൻ്റെ സ്വഭാവ ശീലങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മൾ ധ്യാനത്തിന് വരുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. വലിയ അനുഭൂതിയും വലിയ വികാര അനുഭൂതികളേക്കാൾ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് നമ്മൾക്ക് നടക്കേണ്ടത് ധ്യാനത്തിൽ. മാനസാന്തരങ്ങൾ, അതുപോലെ പരിശുദ്ധാത്മാവ് എന്നിൽ കുടികൊള്ളുവാൻ, എന്നിൽ ആവസിക്കുക, എന്നിലുണ്ട് പരിശുദ്ധാത്മാവ്, അത് ഉജ്ജ്വലിക്കുവാൻ, പരിശുദ്ധാത്മാവിനോടൊപ്പം ജീവിക്കുവാൻ എന്നിൽ നിൽക്കുന്ന തടസ്സങ്ങൾ എന്തെല്ലാം? ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അത് ഉജ്ജ്വലിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ, അതുപോലെ വചന അഭിഷേകത്തിന്, വചനം എന്ന് പറയുന്നത് അവിടുത്തെ പ്രമാണങ്ങളും കൽപ്പനകളും ഗ്രഹിക്കുവാൻ തക്ക വിധം ഈശോ അവരുടെ ഹൃദയങ്ങൾ തുറന്നു, കണ്ണുകൾ തുറന്നു, കാതുകൾ തുറന്നു, മനസ്സ് തുറന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ, വചന അഭിഷേകം കിട്ടാൻ, അതുപോലെ പൂർണ്ണമായിട്ട് ഒരു കുംഭസാരം നടത്തുവാൻ, പൂർണ്ണമായിട്ടൊരു കുംഭസാരം. ഇതൊക്കെയാണ് നമ്മൾ ധ്യാനത്തിന് വരുമ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം വർദ്ധിക്കാൻ. നമ്മൾ ധ്യാനത്തിന് വരുമ്പോൾ നമുക്ക് ഭൗതികമായ കാര്യങ്ങളെക്കാൾ പരിപൂർണ നിശബ്ദത പാലിച്ചുകൊണ്ട് പരമാവധി പ്രാർത്ഥിക്കുക എന്നതാണ് സിസ്റ്റർ തൊഴു പാടത്തേക്ക്, സിസ്റ്ററിൻ്റെ ധ്യാന കേന്ദ്രത്തിലേക്ക് വരുന്ന ഓരോ മക്കളെയും മാസത്തിലെ അവസാന വ്യാഴം, വെള്ളി, ശനി നടത്തുന്ന ധ്യാനത്തിലെ കുടുംബസമേതം, കുടുംബത്തിലെ എല്ലാവരും വരണം. കുട്ടികൾ, മാതാപിതാക്കൾ, ദമ്പതികൾ, യുവതി യുവാക്കൾ എല്ലാവരും വരണം. അങ്ങനെയാണ് ആ ധ്യാനം സിസ്റ്റർ ക്രമീകരിക്കുന്നത്. കഴിഞ്ഞ മെയ്യിൽ ധാരാളം കുട്ടികൾ വന്നിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് കുട്ടികൾ വന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധ്യാനത്തിൻ്റെ ലക്ഷ്യം ഇതൊക്കെയായിരിക്കണം. ധ്യാനം കൂടുന്നതിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ധ്യാനത്തിന് വലിയ പ്രതിജ്ഞകൾ എടുത്തു, അവിടെ പേര് വിളിച്ചു പറഞ്ഞു, ഇന്ന ആൾക്ക് മനസ്സാന്തരം, ഇന്ന ആൾക്ക് രോഗസൗഖ്യതൊക്കെ കഴിഞ്ഞു. 1 മാസം 2 മാസം കഴിയുമ്പോൾ ആ ജീവിത പങ്കാളി എന്നെ വന്ന് പറയും, ഇപ്പോൾ ഭർത്താവ് അന്ന് അവരുടെ ധ്യാനം കൂടി വന്നു, പക്ഷേ ഇപ്പോൾ പാമ്പാട്ടി കുടിച്ച് പാമ്പിനെ പോലെ തിരുഹൃദയത്തിൻ്റെ മുന്നിൽ രാത്രി വന്ന് ഇഴയാന്നാണ് പറയുന്നത്. അത്രമാത്രം മദ്യപാനം മൂത്തിട്ട്. പ്രിയപ്പെട്ടവരെയും മാനസാന്തരം നമ്മളിൽ നടക്കണം. രോഗസൗഖ്യങ്ങൾ നടക്കുന്നത്, അത്ഭുതങ്ങളൊക്കെ ഉണ്ടായാലും എന്നിലൊരു മാനസാന്തരം നടന്നില്ലെങ്കിൽ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ എന്നിൽ തടസ്സമായി നിൽക്കുന്ന സ്വഭാവ ദുശീലങ്ങൾ അല്ലെങ്കിൽ ബലഹീനതകൾ ഒന്നൊന്നായി കണ്ടുപിടിച്ച് ഞാൻ മാനസാന്തരത്തിന് വിധേയായില്ലെങ്കിൽ എവിടെ ധ്യാനം കൂടിയാലും നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. അതിനായിട്ട് നമുക്ക് പാപങ്ങളുടെ മോചനവും കടങ്ങളുടെ പൊറുതിയും എന്നിൽ നടക്കുവാൻ ദൈവമേ എന്നെ തന്നെ വിശുദ്ധീകരിക്കണമേ. ജോഷുവ 3:5. നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.